നമ്മുടെ ഇന്നത്തെ റൈഡ് എന്ന് പറയുന്നത് അതിരപ്പള്ളിയിലോട്ടൊരു ഗ്രൂപ്പ് റൈഡാണ്. നമ്മുടെ ക്ലബ്ബായ ഹോളിഡേ റൈഡേഴ്സിലെ കുറച്ച് ഫ്രണ്ട്സ് ഓൾറെഡി നമ്മളൊപ്പം ജോയിൻ ആയിട്ടുണ്ട്. കൊരട്ടിന്ന് 7 മണിക്കാണ് ഞങ്ങൾ ഒരുമിച്ച് മീറ്റ് ചെയ്തത്. അവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ ചാലക്കുടി ചെന്നിട്ട് ചാലക്കുടി ആനമല ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അതിരപ്പള്ളി പോകാൻ. സോ നമുക്ക് ബാധിക്കുകയും ആദ്യത്തിന് നമ്മുടെ ഒപ്പം ഇപ്പോൾ ജോയിൻ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്ന് അഖിൽ ചാലക്കുടിയിൽ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ചാലക്കുടി ചെന്ന് അഖിലിനെയും കൂട്ടി നമ്മൾ നേരെ അതിരപ്പള്ളിക്ക് പോവുകയാണ്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചത് ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് ക്ലബ്ബുകാർ ഇന്ന് അതിരപ്പള്ളിക്ക് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 50 അടുത്തോളം റൈഡേഴ്സ് ഇന്ന് നമ്മൾ ഈ അതിരപ്പള്ളിയിലോട്ട് പോകുന്നുണ്ട്. കൊരട്ടയിൽ നിന്ന് 27 കിലോമീറ്ററാണ് അതിരപ്പള്ളിക്കുള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളി പോകുന്ന റൂട്ടാണ്. ഇതേ റൂട്ട് തന്നെയാണ് നമുക്ക് നേരെ പോയാൽ മലക്കപ്പാറ, വാൽപ്പാറ, പൊള്ളാച്ചിയൊക്കെ നമുക്ക് ഈ റൂട്ട് പോവാം. ഒരു ഫോറസ്റ്റ് റൂട്ടാണ്. നമുക്കൊരു അതിരപ്പള്ളി കഴിഞ്ഞ് വാഴച്ചാല് കഴിയുമ്പോൾ നമുക്കൊരു ചെക്ക് പോസ്റ്റ് വരും. അവിടെ നിന്നാണ് മലക്കപ്പാറയ്ക്കും വാൽപ്പാറയ്ക്കൊക്കെ പോകാനുള്ള പെർമിഷനൊക്കെ എടുക്കേണ്ടത്. സോ അവിടെ ടൈമിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇത്ര ടൈമിനുള്ളിൽ പോയിട്ട് ഇത്ര ടൈമിനുള്ളിൽ തിരിച്ചു വരണം. അല്ലെങ്കിൽ നമ്മൾ വാൽപ്പാറ കൂടി പൊള്ളാച്ചി കയറി വേറെ റൂട്ട് വഴി തിരിച്ചു വരേണ്ടതാണ്. നമുക്ക് ചാലക്കുടി ടൗൺ കയറാതെ തന്നെ അതിരപ്പള്ളിക്ക് പോകാൻ പറ്റും. അങ്കമാലി സൈഡിൽ നിന്ന് വരുന്നവർക്ക് കരയാമ്പറമ്പിൽ നിന്ന് തിരിഞ്ഞ് ഏഴാറ്റുമുഖം വഴി നമുക്ക് വെറ്റിലപ്പാറ എത്താം. അവിടുന്ന് സ്ട്രെയിറ്റ് പോയാൽ നമുക്ക് അതിരപ്പള്ളി എത്താം. സോ ഇങ്ങനെ പല റൂട്ട്സ് ഉണ്ട് നമുക്ക് അതിരപ്പള്ളി എത്താം. പല സൈഡിൽ നിന്ന് വരുന്നവർക്ക് ഏറ്റവും ഈസി റൂട്ട് എന്ന് പറയുന്നത് ചാലക്കുടിയിൽ നിന്ന് ഈ പോകുന്ന വഴിയാണ്. എവിടുന്ന്? എറണാകുളത്ത്. വടക്കൻ. ഞങ്ങളിവിടെ ഞാൻ കുറച്ചുള്ള ഒരു കോതമംഗലം. എപ്പോൾ ഇറങ്ങി? ചാലക്കുടി കണ്ടായിരുന്നു ബാക്കി ടീം? ഒത്തിരി പേരുണ്ടല്ലേ? ആണല്ലേ? ചാലക്കുടി ടൗണിൽ വെച്ച് കണ്ടായിരുന്നു. പഞ്ചർ ശരിയാ കണ്ടായിരുന്നു. 5 hourന്റെ താഴെ. റെഡിയായോ? എന്നിട്ട് അവിടെ ഗ്രൂപ്പുകാരെ കാർഡ് എടുക്കാൻ നിർത്തിയായിരുന്നു. റെഡിയാക്കി. ശരി, കാണാം. ഇത് നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടൊരു റൈഡായിരുന്നു. നമ്മൾ ടൈം ഒന്നും നോക്കിയില്ല. ആ ഒരു ദിവസം സൺഡേ മൊത്തം എല്ലാവരും ഫ്രീ ആയിരുന്നു. സോ നമുക്ക് ടൈം എടുത്ത് സ്ലോ ആയിട്ട് ആസ്വദിച്ചാണ് നമ്മൾ ഈ റൈഡ് പോയത്. പിന്നെ ഗ്രൂപ്പ് റൈഡ് ചെയ്യുമ്പോൾ ഒരു ഫീൽ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഓരോ ഇപ്പം എന്തെങ്കിലും സൈക്കിൾ എന്തെങ്കിലും പണികളൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പൊക്കെ ചെയ്ത് നല്ല രസമാണ്. ഗ്രൂപ്പ് റൈഡ് ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. നമ്മൾ കുറേ നാൾ കൂടിയാണ് നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് റൈഡ് പോകുന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും തന്നെ ഒരുപാട് തിരക്കുകളൊക്കെ ആയിട്ട് നമുക്കൊരു ഗ്രൂപ്പ് റൈഡ് പോസിബിൾ ആയിരുന്നില്ല. എല്ലാവരും ഇൻഡിവിജ്വലി റൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഗ്രൂപ്പായിട്ട് ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ്. ഇതിപ്പോൾ ഞങ്ങൾ 4 പേരേ ഉള്ളൂ. നമ്മുടെ ഹോളിഡേ റൈഡേഴ്സ് ക്ലബ്ബിൽ ഇനിയും ഒരുപാട് പേരുണ്ട്. നമ്മുടെ കുട്ടിക്കാനം റൈഡിൽ വൈശാഖേട്ടൻ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്കി എല്ലാവരെയും മേ ബി നെക്സ്റ്റ് മന്ത് ജൂലൈയിൽ നമുക്ക് മൂന്നാർ ട്രിപ്പിൻ്റെ വീഡിയോയിൽ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റുമായിരിക്കും നമ്മുടെ ക്ലബ്. അങ്ങനെ ഇല്ലാത്തവർക്ക് ഈ റൂട്ട് വരാൻ ഒരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് KSRTCയുടെ പാക്കേജ് എടുക്കുക എന്നുള്ളതാണ്. ചാലക്കുടി ഡിപ്പോ ഉല്ലാസയാത്രയുണ്ട്. ഇവിടുന്ന് മലക്കപ്പാറ വരെ പോയിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും തിരിച്ചെത്തും. ഒരു 1 day ട്രിപ്പാണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചാലക്കുടി ഡിപ്പോയിൽ വിളിച്ച് ചോദിച്ചാൽ അവൈലബിൾ ആയിരിക്കും. മറ്റ് പല ഡിപ്പോയിൽ നിന്നും മലക്കപ്പാറയ്ക്ക് ഇതുപോലെ ട്രിപ്പുകൾ അവൈലബിൾ ആണ്. ഞാനിതിന് പോയിട്ടുണ്ട്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് വാഹനങ്ങളില്ലാതെ ലോ ബഡ്ജറ്റിൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നമ്മൾ അതിരപ്പള്ളി പാർക്കിങ്ങിന് അടുത്തുള്ള ഒരു വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ കോ റൈഡേഴ്സ് എല്ലാവരും തന്നെ ഇവിടെ സൈക്കിളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. ഒരുപാട് റൈഡേഴ്സ് വരുന്നുണ്ട്. ഇനിയും കുറച്ച് പേര് എത്താനുണ്ട്. നമ്മൾ സൈക്കിള് മുകളിലത്തെ പാർക്കിങ്ങിൽ വെച്ചിട്ട് നമ്മളിപ്പം വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ട് പോവുകയാണ്.
നമ്മളൊരു 2 hour എടുത്ത് അതിരപ്പള്ളിയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് തിരിച്ച് മലക്കപ്പാറ റൂട്ടിൽ കുറച്ചൊരു 2 കിലോമീറ്റർ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ചാർപ്പ വെള്ളച്ചാട്ടമുണ്ട്. ചാർപ്പയും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് റിട്ടേൺ ചാലക്കുടിക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ. ഇപ്പം നൂണാണ്, ഒരു 12 PM അടുത്തായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഫോളിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞൊരു മഴ കൊണ്ട ഫീൽ തന്നെയുണ്ട്. നമുക്ക് ഒരു ചൂടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ഫോറസ്റ്റ് റൂട്ടും കൂടി ആയതുകൊണ്ട് നല്ല തണലും ഉണ്ടായിരുന്നു. സോ മടുപ്പൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് പോരാൻ പറ്റി. നമ്മൾ ചാർപ്പ വാട്ടർഫോളും കണ്ടിട്ട് നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. വന്ന റൂട്ട് തന്നെയാണ് പോകുന്നത്. നമ്മളിവിടുന്ന് വെറ്റിലപ്പാറ ചെന്നിട്ട് വെറ്റിലപ്പാറ ബ്രിഡ്ജിൻ്റെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പോവും. വെറ്റിലപ്പാറ ബ്രിഡ്ജിൻ്റെ അവിടുന്ന് നമുക്ക് കാലടി പ്ലാന്റേഷൻ വഴി മലയാറ്റൂർ പോവാം. അത് അത്യാവശ്യം നല്ലൊരു അടിപൊളി റൂട്ടാണ്. പെരുമ്പാവൂർ മൂവാറ്റുപുഴ സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് ആ ഒരു റൂട്ടും കൂടെ ട്രൈ ചെയ്യാവുന്നതാണ്. ബട്ട് അവിടെയും ചെക്ക് പോസ്റ്റ് ഉണ്ട്. ബട്ട് കുഴപ്പമില്ല, നമുക്ക് പകൽ സമയങ്ങളൊക്കെ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു വഴി തന്നെയാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ആനിമൽസിൻ്റെ ശല്യം അത്യാവശ്യം ഉള്ളൊരു റൂട്ടും കൂടിയാണ്. നമ്മളിനി പരിയാരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് വാസുവേട്ടൻ്റെ കട എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. സീ ഫുഡൊക്കെ അത്യാവശ്യം കിട്ടുന്ന ഒരു ഷോപ്പാണ്. സോ അവിടുന്ന് ലഞ്ചും കൂടെ കഴിച്ചിട്ട് പോകാനാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സൈക്ലിംഗ് ക്ലബ്ബുകൾ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ബൈസൈക്കിൾ റൈഡേഴ്സ് കൊച്ചി, കുമ്പളങ്ങി ബൈക്കേഴ്സ് ക്ലബ്ബ്, അമിറ്റി റൈഡേഴ്സ്, സൈക്ലോപീഡിയ, പിന്നെ നമ്മുടെ ഹോളിഡേ റൈഡേഴ്സിലെ കുറച്ച് മെമ്പേഴ്സ്, പിന്നെ ഇതെല്ലാവരുടെയും കുറച്ച് റൈഡേഴ്സും കൂടെ ഇന്നിവിടെ ഉണ്ടായിരുന്നു. സോ ഓൾമോസ്റ്റ് ഒരു 50-നോടടുത്തോളം റൈഡേഴ്സ് ഈ റൂട്ടിലുണ്ടായിരുന്നു. അവരെയൊക്കെ കാണാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. പരിയാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് ഫുഡും കഴിച്ചിട്ട് പിന്നെ എല്ലാവരും കൂടെ കൊരട്ടിയിലുള്ള എൻ്റെ റൂമിൽ ചെന്ന് കുറച്ച് നേരം റെസ്റ്റും കൂടെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ റൈഡ് എൻജോയ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത മെയിൻ റൈഡ് എന്ന് പറയും നമ്മൾ മൂന്നാർ റൈഡിന് വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ജൂലൈ ഫസ്റ്റ് വീക്കെൻഡാണ് നമ്മളത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അതിന് മുമ്പായിട്ട് എന്തെങ്കിലും ചെറിയ റൈഡ് ഉണ്ടെങ്കിൽ അതിൻ്റെയും വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. താങ്ക് യു.